ഇതാ ട്രോള് കാരണം ഉള്ള ആ പെശകുള്ള ആളല്ലേ എന്ന് പറഞ്ഞ് ഓടി ഒളിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ജനങ്ങൾ സ്നേഹപ്രകടനം നടത്തുകയാണ്. അത് LDFൻ്റെ ഓരോ മന്ത്രിമാരോടും LDFൻ്റെ നേതാക്കന്മാരോടും അങ്ങനെയാണ്. ജനങ്ങൾക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾ. അതുകൊണ്ട് അതിലൊന്നും ഒരു പ്രശ്നമില്ല. എത്ര അറ്റാക്ക് വേണം നടത്തിക്കോ. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ ജനങ്ങളുടെ പിന്തുണയോടെ ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ജനങ്ങൾക്കൊപ്പം ഒരു ജനസേവകരായി ഞങ്ങളൊക്കെ ഉണ്ടാവും. നിലമ്പൂരിൽ ഇപ്പോൾ അൻവർ ആയാലും അതുപോലെ തന്നെ UDF ആയാലും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വന്യമൃഗശല്യം. മൈക്ക് അങ്ങോട്ട് മാറി പോയത് ആരേത് ചാനലാണ് മനസ്സിലാവില്ല. പറഞ്ഞു വന്യമൃഗശല്യമാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു. അതിൽ വികസനം കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ വിഷയവും അവിടെ ചർച്ച ചെയ്യും. സംസ്ഥാന സർക്കാർ ഒരിക്കലുമല്ല. ഞങ്ങളെടുത്ത നിലപാടിൽ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൽ അറിയുന്നതാണ്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എടുത്ത സമീപനം എന്താണ്, ഇതൊക്കെ ചർച്ച ചെയ്യാലോ. തെരഞ്ഞെടുപ്പിൽ തുറന്ന് ചർച്ച ചെയ്യാം. അതൊക്കെ ജനങ്ങൾ പറയുന്നു, ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. സ്വരാജ് അവിടെ ഉണ്ടായിരുന്നു, വന്നിരുന്നു. ഇനി സ്വരാജ് വന്നിട്ടില്ല വെച്ചാൽ പ്രിയങ്ക ഗാന്ധി അവിടെ ഫുൾ ടൈം ഉണ്ടായിട്ടാണോ എത്ര വോട്ടിന് ജയിച്ചത്? ആണോ ഈ പറയുന്നവർ? അങ്ങനെ എന്നു മുതലാണ് ഇങ്ങനത്തെ വാദം തുടങ്ങിയത്? സ്വരാജ് ആ നാട്ടുകാരനാണ്. സ്വരാജ് അവിടെ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വന്ന സഖാവാണ്. അതെ, നിശ്ചയദാർഢ്യത്തോട് നിലപാടെടുക്കുന്നയാളാണ്. അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വരാജ് അവിടെ വന്നിട്ടുള്ള ചിത്രം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബാലിശമായ വാദമാണെന്ന് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സ്വരാജിനെ അറിയാം. സ്വരാജ് എടുക്കുന്ന നിലപാട് അറിയാം. പ്രധാനപ്പെട്ട കാര്യം BJP സ്ഥാനാർത്ഥി നിർത്താത്തത് അത് LDFന് വേണ്ടി വോട്ട് മറിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊരു ആരോപണം നിൽക്കുന്നത്. എനിക്കറിയില്ല അദ്ദേഹം എന്താണെന്ന് പറഞ്ഞത്. 1991 KG മാരാരുടെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു. 40 നിയമസഭാ മണ്ഡലങ്ങളിൽ കോലീബി സഖ്യം വോട്ട് മറിച്ചത്. അന്നതിലെ മുഖ്യ കഥാപാത്രം അദ്ദേഹം. അന്ന് ആ ചർച്ച നടന്നത് ഇദ്ദേഹം പാർലമെൻറ്റ് അംഗമായ കോഴിക്കോട് വെച്ചിട്ടാണ്. അദ്ദേഹം തന്നെ ഇത് പറയണം. അദ്ദേഹം മത്സരിച്ച സമയത്ത് തൃശ്ശൂരിൽ എങ്ങനെ കനത്ത തിരിച്ചടി കിട്ടിയെന്നുള്ളത് അദ്ദേഹം പറഞ്ഞതല്ലേ. കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് പോയത്. അവിടെ ആരെങ്കിലും നടപടി എടുത്തോ? വോട്ട് മറിക്കാൻ BJPയെ കേരളത്തിനാകെ, മതനിരപേക്ഷ കേരളത്തിന് അപമാനമാകുന്ന നിലയിൽ, മലയാളി തലകുനിച്ചു പോകുന്ന നിലയിലേക്കുള്ള ഒരു ജനവിധിക്ക് കാരണമായ ഒറ്റുകാരുടെ റോള് വഹിച്ച കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ടുണ്ടോ? എന്നിട്ട് അവർക്ക് ചേലക്കര ചുമതല കൊടുത്ത്. പക്ഷെ ചേലക്കര ഞങ്ങൾ ജയിക്കുകയും ചെയ്ത്. അപ്പോൾ പറയേണ്ടവർ പറഞ്ഞോട്ടെ, അതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, എന്താ സംശയം? ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 2021 എന്തൊരു അറ്റാക്ക് ആയിരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFനെതിരെ ജയിച്ചില്ല ഞങ്ങൾ. ഈ അറ്റാക്ക് കണ്ട് വിരളി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കുമോ?